റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസ് അന്വേഷണം ആരംഭിച്ച തൃക്കാക്കര പോലീസ്. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും കോഴിക്കോടും പരിശോധന നടത്തും. സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ഒരു ആരോപണം ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ കുറേ നാളായിട്ടുണ്ട്. ഇപ്പോൾ ആ പരാതിക്കാരി നേരിട്ട് വന്നിരിക്കുന്നു, അവർ മൊഴി നൽകിയിരിക്കുന്നു. വളരെ ക്രൂരമായ ബലാത്സംഗത്തിന് താൻ ഇരയായി എന്ന് പറയുന്നു. ഒപ്പം ചില സാമ്പത്തിക ഇടപാടുകളും ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണുള്ളത്. ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിപ്പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പരാതിയുടെ ഒരു സ്വഭാവം വളരെ ഗുരുതരമാണ്. പരാതിയുടെ പകർപ്പടക്കം ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2021 മുതൽ 2023 വരെ വേടൻ തന്നെ 5 തവണ കൊച്ചിയിലും കോഴിക്കോടും വെച്ച് പീഡിപ്പിച്ചു. താനും വേടനും തമ്മിലുള്ള ബന്ധം അത് സുഹൃത്തുക്കൾക്കറിയാമായിരുന്നു. ആ സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പണം, സാമ്പത്തിക ഇടപാട് 31,000 രൂപയിലധികം പൈസ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് നിലവിൽ സ്ഥിരീകരിക്കുന്നത് സാമ്പത്തിക ഇടപാടിന്റെ കാര്യമാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ബാക്കി ആരോപണങ്ങളിലൊക്കെ വിശദമായ പരിശോധനയും തെളിവെടുപ്പും ഒക്കെ നടത്തേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. തൃക്കാക്കര ACPക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. നിലവിൽ ഇൻഫോ പാർക്ക് CI ആണ് കേസ് അന്വേഷിക്കുന്നത്. തൃക്കാക്കര CI ഇല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇൻഫോ പാർക്ക് CI ഈ കേസ് അന്വേഷിക്കുന്നത്. വേടന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലെങ്കിലും വേടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഈ പരാതിക്ക് മുൻപിൽ ഒരു സംഘടിത ശ്രമമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ മേൽക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. അത് ഹൈക്കോടതിയാണോ അല്ലെങ്കിൽ ജില്ലാ കോടതിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണഗതിയിൽ ജില്ലാ കോടതികളെ ഇത്തരം കേസുകളുമായി സമീപിക്കുമ്പോൾ പെട്ടെന്ന് ജാമ്യം തള്ളുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് അത് മേൽക്കോടതിയിലേക്കൊക്കെ പോയാണ് ജാമ്യം കിട്ടുന്നത്. അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. വേടൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇത് ഒരു സംഘടന നീക്കത്തിന്റെ ഭാഗം എന്ന് തന്നെയാണ്. നേരത്തെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് തങ്ങളുടെ പണിയുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ആദ്യപടിയായാണ് 164 രേഖപ്പെടുത്തിയത്. ആ മൊഴിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോകും. കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ പരിശോധന നടത്തേണ്ട ഒരു വലിയ കേസാണ്. ഒപ്പം ഈ ഇരയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ ഒരു അഭിഭാഷക ഇന്നലെ കുറച്ചുകൂടി വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സൈബർ ലിഞ്ചിങ് അടക്കം നടക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യത മാനിക്കാൻ മാധ്യമങ്ങളടക്കം തയ്യാറാകണമെന്ന ഒരു അഭ്യർത്ഥനയും അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.